ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ വായിക്കാം. തീത്തോസ് ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പോൾ ഇവിടെ എന്തുവാണ് നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നതായ കൃപ, അല്ലെങ്കിൽ പ്രപഞ്ച മോഹങ്ങളെ വർജിച്ചിട്ട് അപ്പോൾ പാപത്തോട് എന്തുവാണ് പ്രപഞ്ച മോഹങ്ങൾ എന്ന് പറയുമ്പോൾ പാപം, അൺഗോഡ്ലി തിങ്സ്, അതിനോട് നോ പറയുവാനുള്ളതായ ഒരു കൃപ എന്തുവാണ് ദൈവമക്കളെല്ലാം കർത്താവ് തന്നിട്ടുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. പലപ്പോഴും പാപം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എവിടെ നോക്കിയാലും പാപം നിറഞ്ഞതായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി എന്തുവാണ് ഭക്തിയോടെ ജീവിക്കുവാൻ വേണ്ടി, ഹല്ലേലൂയ പ്രപഞ്ച മോഹങ്ങളെ വർജിക്കുവാനായിട്ട്, ഹല്ലേലൂയ പാപത്തോടെ നോ പറയുവാനുള്ളതായ ഒരു കൃപ എന്തുവാണ് ദൈവ പൈതൽ എപ്പോഴും കർത്താവ് വ്യാപരിപ്പിക്കുന്നുണ്ട്. ആ കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പാപം ചെയ്തിട്ട് അത് മറയ്ക്കുവാനുള്ളതായ കൃപയല്ല നമുക്ക് ഈ ദിവസങ്ങളിൽ ആവശ്യം, എന്നാൽ പാപം ചെയ്യാതിരിക്കുവാനുള്ളതായ കൃപ. ഹല്ലേലൂയ. പാപം ചെയ്യുമ്പോൾ പലപ്പോഴും അത് മറയ്ക്കുവാൻ എന്തുവാണ് നമ്മുടെ മനുഷ്യനെപ്പോഴും എന്തുവാണ് അതിന് തുനിയും ഒത്തിരി നമ്മൾ കവറപ്പ് ചെയ്യാറുണ്ട്. ഒരു കള്ളം പറഞ്ഞാൽ വേറെ 10 കള്ളം പറയണം. എന്തുവാണ്? ഹല്ലേലൂയ. ഒന്ന് രക്ഷപ്പെടണമെങ്കിൽ. അപ്പോൾ പാപം എന്തുവാണ്? ഹല്ലേലൂയ എപ്പോഴും എന്തുവാണ് മറയ്ക്കുവാനായിട്ട് നമ്മളെ പരിശ്രമിക്കാറുണ്ട്. ആരും അറിയല്ലേ, ആരും കാണരുത്. എന്നാൽ ഹല്ലേലൂയ പാപം ചെയ്യാതിരിക്കുവാനുള്ളതായ ഒരു കൃപ ഈ ദിവസങ്ങൾ ദൈവമക്കൾക്ക്, പാപത്തെ മറയ്ക്കല്ല, പാപം ചെയ്യാതിരിക്കുവാനുള്ളതായ കൃപ എത്ര പേരത് ആഗ്രഹിക്കുന്നു? കർത്താവ് പാപം ചെയ്യാതിരിക്കുവാനുള്ളതായ ഒരു കൃപ എനിക്ക് തരണമെന്ന് നീ പറയുന്നുവെങ്കിൽ എന്തുവാണ്? ഹല്ലേലൂയ പാപത്തോടെ നോ പറയുവാനായിട്ട് എനിക്ക് നിനക്ക് സാധിക്കും. അതെ, എൻ്റെ നിന്റെ സാമർത്ഥ്യം കൊണ്ടോ മിടുക്കൊണ്ടോ ടെക്നിക്ക് കൊണ്ടോ ഒന്നും സാധിക്കുകയില്ല. അത് ദൈവത്തിന്റെ കൃപ ഒരാളിലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ കൃപ ഒരാളിൽ വ്യാപരിക്കുമ്പോൾ, ദൈവത്തിന്റെ കൃപയാൽ ജീവിക്കുന്നതായ ഒരു വ്യക്തിക്ക് എപ്പോഴും എന്തുവാണ് പാപത്തോടെ നോ പറയുവാനായിട്ട് സാധിക്കും. ആ പാപത്തോടെ നോ പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് ജീവിക്കാം. അത് ദൈവകൃപയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളെ രക്ഷിച്ച കൃപ, ഹല്ലേലൂയ നമ്മളെ നീതീകരിച്ച കൃപ, നമ്മളെ ശക്തീകരിക്കുന്നതായ കൃപ, അത് മാത്രമല്ല പാപത്തോടെ നോ പറയുവാനുള്ളതായ കൃപ. ഹല്ലേലൂയ. അപ്പോൾ കൃപയെക്കുറിച്ച് അതുകൊണ്ടാണ് ഈ ദൈവദാസന്മാരൊക്കെ എന്തുവാണ് അപ്പോസ്തലപ്രവൃത്തി 13:43 നമ്മൾ വായിക്കുമ്പോൾ ഈ അപ്പോസ്തലന്മാരൊക്കെ കൃപയെക്കുറിച്ച് ഒത്തിരി എംഫസൈസ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. വായിക്കാം 13:43 വാക്യം. ഇതിന്റെ ഈ കൃപയുടെ പ്രാധാന്യത എന്തുവാണ് അവരെ മനസ്സിലാക്കി. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 13:44 വായിക്കാം. യെസ്. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മത അനുസാരികളിലും പലർ പൗലോസിനെയും ബർന്നബാസിനെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ച് ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. ദൈവ കൃപയില് യോഗമെല്ലാം അവസാനിച്ച് അവർ പോകാൻ പോയാണ്. എന്നാൽ അവരെ അനുഗമിച്ചതായ ആളുകളോട് പറയാണ്, നിങ്ങൾ അനുഭവിച്ചതായ ഈ ദൈവകൃപയിൽ എന്തുവാണ് നിങ്ങളെ നിലനിൽക്കണം. അപ്പോൾ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായ ആ ദൈവ കൃപയില് നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതായ ആ കൃപയിൽ വളരുക, ആ കൃപയില് നിലനിൽക്കുക. പ്രിയമുള്ളവർ, എത്ര പേർ ആഗ്രഹിക്കുന്നു കർത്താവ് അങ്ങയുടെ കൃപയിലെ, ആ കൃപയിൽ എനിക്ക് എന്നും എന്തുവാണ് നിലനിൽക്കണം, ആ കൃപ എന്നെ വിട്ടു പോകരുത്. ഹല്ലേലൂയ. കൃപയിലെ നിലനിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃപയ്ക്കകത്ത് ജീവിക്കുക എന്നുള്ളതാണ്. ആ കൃപ നിറഞ്ഞതായ ഒരു ജീവിതം, ഹല്ലേലൂയ കൃപയാൽ ജീവിക്കുന്നതായ ഒരു ജീവിതമാണ് ഹല്ലേലൂയ കൃപ നിറഞ്ഞ ജീവിതം. 2 പത്രോസ് ലേഖനം 3-ാം അധ്യായം അതിന്റെ 18 എന്തുവാണ് ഹല്ലേലൂയ പത്രോസ് തന്റെ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുന്നതായ ഭാഗമാണ് 2 പത്രോസിലെ 3-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ. അപ്പോൾ കൃപയിൽ നിലനിൽക്കുവാനായിട്ട് അപ്പോസ്തലന്മാരെ അവരെ ഉപദേശിച്ചു. അതിനുശേഷം പത്രോസ് ഇവിടെ പറയാണ്,
കൃപയിലും പരിജ്ഞാനത്തിലും നിങ്ങളെ വളരണം. അപ്പോൾ നമ്മുടെ കൃപയുടെ അളവ് എന്തുവാണ് വർദ്ധിക്കണം. വളർച്ച എന്ന് പറയുമ്പോൾ അത് കൂടണം. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ കൃപ ലഭിക്കുവാനുള്ളതായ ഒത്തിരി വഴികൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആർക്കാണ് ദൈവ കൃപ കൊടുക്കുന്നത്? നമുക്കൊന്ന് വായിക്കാം. 1 പത്രോസ് ലേഖനം 5-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കാം. ഈ കൃപ ലഭിക്കുവാനുള്ളതായ ചില വഴികൾ ദൈവത്തിന്റെ വചനത്തിൽ എന്തുവാണ് ദൈവം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ വഴികൾ നമുക്ക് ഒന്ന് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ആ വഴികളെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഒന്ന് വായിച്ചാട്ടെ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. അപ്പോൾ തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തുവാൻ എന്തുവാണ്? അവന്റെ എന്തുവാണ്? ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീന്. അതുപോലെ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം വായിക്കാം. 4:6. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ താഴ്മയുള്ളവർക്ക് എന്താണ് അവന് കൃപ നൽകുന്നു. അപ്പോൾ കൃപ ആർക്ക് പ്രാപിക്കാം? ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാണ്, താഴ്മയുള്ളവർക്ക് അവന് കൃപ നൽകുന്നു. ഹല്ലേലൂയ. നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്തവനും നമ്മൾ പറയാറുണ്ട്. ആ താഴ്ച എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. എന്നാൽ താഴ്മ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സ്വഭാവമാണ്. ഹല്ലേലൂയ. നമ്മൾ ആത്മാവിന്റെ ഫലങ്ങൾ പഠിക്കുമ്പോൾ താഴ്മയെ കുറിച്ച് അവിടെ ഗലാത്യ ലേഖനത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ താഴ്മ എന്താണ്? ഒരു സ്വഭാവമാണ്. അപ്പോൾ താഴ്മ ഉള്ളവർക്ക് എന്താണ്? ദൈവം കൃപ കൊടുക്കുന്നു. താഴ്മ ഒരു സ്വഭാവമാണ്. താഴ്മ ഉള്ളവർക്ക് എന്താണ്? അവന് കൃപ എന്താണ്? നൽകി കൊടുക്കുന്നു. ഹല്ലേലൂയ. ഇനി 1000 മീറ്റിങ്ങിൽ പോയി സംബന്ധിച്ചാലും, ഇനി 40 ദിവസം ഉപവാസത്തിൽ ഇരുന്നാലും എന്താണ്? നമ്മുടെ സ്വഭാവം ഹല്ലേലൂയ വ്യത്യാസപ്പെടുന്നില്ല എങ്കിൽ, താഴ്മ ധരിക്കുന്നില്ല എങ്കിൽ, ഹല്ലേലൂയ, ഈ കൃപ നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കില്ല. അപ്പോൾ താഴ്മയുള്ളവർക്ക് എന്താണ്? അവനക്ക് നമ്മൾ താഴ്മയെ കുറിച്ച് പഠിക്കുമ്പോൾ സങ്കീർത്തന പുസ്തകം 22-ാം അധ്യായം അതിന്റെ 24 പറയുന്നത്, താഴ്മയുള്ള എന്താണ്? അവൻ തൃപ്തി വരുത്തുന്നു. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ വീണ്ടും 25-ാം സങ്കീർത്തനം അതിന്റെ 9 നമ്മൾ വായിക്കുമ്പോൾ താഴ്മയുള്ളവരെ ന്യായത്തിൽ നടത്തും. അതുപോലെ തന്നെ 25-ന്റെ 9 വീണ്ടും കാണുന്നുണ്ട്, താഴ്മയുള്ളവരെ അവനെ പഠിപ്പിക്കും. ഹല്ലേലൂയ. താഴ്മയുള്ളവരെ പഠിപ്പിക്കുവാൻ സാധിക്കുള്ളൂ. താഴ്മയുള്ളവരെ എന്തുവാണ്? ന്യായത്തിൽ നടത്തുന്ന ഒരു കർത്താവ്, താഴ്മയുള്ളവർക്ക് തൃപ്തി കൊടുക്കുന്നതായ ഒരു കർത്താവ്. അത് മാത്രമല്ല, നമ്മൾ 76-ാം സങ്കീർത്തനം അതിന്റെ 8-ാം വാക്യം വായിക്കാം. സ്വർഗത്തിൽ നിന്ന് നീ വിധി കേൾപ്പിച്ചു, ഭൂമിയിലെ സാധുക്കളെയൊക്കെയും രക്ഷിപ്പാൻ. ദൈവം ന്യായവിസ്താരത്തിന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയപ്പെട്ട് അമർന്നിരുന്നു. അപ്പൊ അവിടെ നമുക്ക് ചുരുക്കം പറഞ്ഞ ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ, താഴ്മയുള്ളവരെ എന്തുവാണ്? രക്ഷിക്കുന്നതായ കർത്താവിന്, ദൈവത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 147-ാം സങ്കീർത്തനം അതിന്റെ 6 നമ്മൾ വായിക്കുന്നു, താഴ്മയുള്ളവരെ ഉയർത്തുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹല്ലേലൂയ, ഇവിടെ 149-ാം സങ്കീർത്തനം അതിന്റെ 9 നമ്മൾ വായിക്കുന്നു, താഴ്മയുള്ളവരെ രക്ഷ കൊണ്ട് അലങ്കരിക്കുന്നു. വായിച്ചാട്ടത് 149-ന്റെ 4. യഹോവ തന്റെ ജനത്തിൽ പ്രസാദിക്കുന്നു, താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. അപ്പോൾ താഴ്മയുള്ളവരെ അവൻ എന്തുവാണ്? രക്ഷ കൊണ്ട് അലങ്കരിക്കും. അപ്പോൾ താഴ്മ നമ്മളിൽ എന്താണ്? ഒത്തിരി നന്മകളും അനുഗ്രഹങ്ങളും നേടിത്തരുവാൻ ശക്തിയുള്ളതായ ഒരു സ്വഭാവ ഗുണം അല്ലെങ്കിൽ ഒരു സ്വഭാവ സവിശേഷതയാണ് താഴ്മ എന്നുള്ളത്. അപ്പോൾ ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറഞ്ഞു, താഴ്മയുള്ളവർക്ക് അവൻ കൃപ കൊടുക്കുന്നു. അപ്പോൾ താഴ്മയോടെ ഹല്ലേലൂയ ജീവിക്കുന്നതായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തുവാണ്? കൃപ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമത് എന്തുവാണ്? കൃപ ലഭിക്കണമെങ്കിൽ നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 4:16 വായിക്കുമ്പോൾ മറ്റൊരു ഭാഗം അപ്പോസ്തലനായ പൗലോസ് എബ്രായ ക്രിസ്ത്യൻസ്, യഹൂദ ക്രിസ്ത്യൻസിന് എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം വായിക്കാം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അപ്പോൾ കൃപാസനത്തോടെ അടുത്ത് ചെല്ലുന്നവർക്ക് എന്തുവാണ്? കൃപ ലഭിക്കും. താഴ്മയോടെ ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നവർക്ക് എന്തുവാണ്? കൃപ ലഭിക്കുന്നു. അതുപോലെ കൃപാസനത്തോടെ അടുത്ത് ചെല്ലുന്നവർക്ക് എന്തുവാണ്? കൃപ ലഭിക്കുന്നു എന്ന് ഇവിടെ നമ്മൾ വായിപ്പോൾ കൃപാസനം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ കൃപയുടെ കൃപ വസിക്കുന്നതായ സ്ഥലമാണ് കൃപാസനം എന്ന് പറയുന്നത്. സമാഗമന കൂടാരത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ മന്ദിരത്തിലെ ആലയത്തിൽ എന്തുവാണ്? ഹല്ലേലൂയ നമുക്കറിയാം ഒത്തിരി ഉപകരണങ്ങളുണ്ട്. എന്നാൽ സമാഗമനോട് കൂടാരം
ഒക്കെ കഴിഞ്ഞ് ഹല്ലേലൂയ നമ്മൾ അതിനെ ഒരു തിരശ്ശീല കൊണ്ട് അതും കഴിഞ്ഞാണ് ഈ കൃപാസനം വെച്ചിരിക്കുന്നത്. നമ്മൾ ലേവ്യ പുസ്തകം 16-ാം അധ്യായം എടുക്കാം. 16-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, അതുപോലെ പുറപ്പാട് 25-ാം അധ്യായം അതിന്റെ 17 പോലുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ കൃപാസനത്തെ കുറിച്ച് വളരെ വ്യക്തമായി അവിടെ എഴുതിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പഴയ നിയമത്തിലെ കൃപാസനത്തോടെ അടുത്ത് ചെല്ലണമെങ്കിൽ എന്തുവാണ്, ഒരു സാധാരണക്കാർക്ക് അടുത്ത് ചെല്ലാൻ സാധിക്കുകയില്ല. മഹാപുരോഹിതന് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ കടന്നു ചെല്ലാണ്ട് സാധിക്കുള്ളൂ. അത് ചെയ്യണമെങ്കിൽ തന്നെ എന്തുവാണ്, അവന് ഹല്ലേലൂയ അവന് കുളിക്കണം, അവന് ശുദ്ധിയുള്ളവനായിരിക്കണം ശാരീരികമായിട്ട്. അതുപോലെ പ്രത്യേകമായ വസ്ത്രങ്ങളെ അവന് ധരിക്കണം. ഹല്ലേലൂയ ഒത്തിരി ക്രമീകരണങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ വർഷത്തിൽ ഒരിക്കൽ മഹാപുരോഹിതൻ എന്തുവാണ് ഈ കൃപാസനത്തിൽ ചെല്ലുവാനായിട്ട് സാധിക്കുള്ളൂ. ആ കൃപാസനത്തിൽ പോകുമ്പോൾ തന്നെ ഏതെങ്കിലും പാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്തുവാണ്, തട്ടിപ്പോകും. തട്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് എന്തുവാണ്, അരയിലെ ഹല്ലേലൂയ ഒരു ചെയിനും കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് കയറുന്നത്. അഥവാ തട്ടിപ്പോയാൽ എന്തുവാണ്, വലിച്ചെടുക്കുവാൻ വേണ്ടി എന്തുവാണ് ഹല്ലേലൂയ പഴയ നിയമകാലത്ത് അങ്ങനെ ചെയ്യുമായിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ രക്തം ചുരുക്കം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുവാണ്, ഹല്ലേലൂയ വിശുദ്ധിയോടെ അല്ലാതെ കൃപാസനത്തിൽ ആർക്കും പഴയ നിയമത്തിൽ കടന്നു ചെല്ലുവാൻ സാധിക്കുകയില്ല. പുതിയ നിയമം നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും എന്തുവാണ്, നമ്മുടെ ദൈവം എന്താണ്, അവൻ വിശുദ്ധനാകിയാൽ നാം എന്താണ് വിശുദ്ധരായിരിക്കണം എന്ന കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ വിശുദ്ധിയോടെ എന്തുവാണ് ചെല്ലുന്നതായ, വിശുദ്ധ ജീവിതം ചെയ്യുന്നതായ ഒരു വ്യക്തിയിൽ എന്തുവാണ് കൃപ വ്യാപരിക്കും. ഹല്ലേലൂയ താഴ്മയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നതായ ഒരു വ്യക്തിയിൽ എന്തുവാണ് കൃപ വ്യാപരിക്കും. അതുപോലെ തന്നെ എന്തുവാണ് ഹല്ലേലൂയ കൃപാസനത്തോടെ വിശുദ്ധിയോടെ ഭക്തിയോടെ കൃപാസന അടുത്ത് ചെല്ലുന്നതായ ഒരു വ്യക്തിക്ക് എന്തുവാണ് ഹല്ലേലൂയ കൃപ ലഭിക്കും. ഹല്ലേലൂയ നമ്മൾ ലേവ്യ പുസ്തകം 16-ന്റെ 1 മുതൽ 4 വരെ വായിച്ചാട്ടെ. അതിന്റെ ആ സീരിയസ്നെസ് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിനുവേണ്ടി മാത്രം. അഹരോന്റെ 2 പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ അടുത്ത് ചെന്നിട്ട് മരിച്ചുപോയ ശേഷം യഹോവ മോശയോട് അരുളിച്ചത് എന്തെന്നാൽ, കൃപാസനത്തിന് മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് നിന്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന്. അപ്പോഴേ മക്കള് മരിച്ചു, ഇനി എന്തുവാണ് സഹോദരനായ മോശയുടെ സഹോദരനായ അഹരോൻ എന്തുവാണ് ഹല്ലേലൂയ മഹാപുരോഹിതനാണ്. കയറി ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ് മരിക്കാതിരിക്കാൻ വേണ്ടി എന്തുവാണ് പല കാര്യങ്ങളെ ക്രമീകരിച്ചു. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം അതുപോലെ എന്തെല്ലാം ചെയ്യണം. ഒരു വലിയ ഹല്ലേലൂയ ഒരു വലിയ ഒരു നിയമം അതിനകത്തുണ്ട്, വ്യവസ്ഥയുണ്ട്. അതുപോലെ വളരെ ക്രമീകരിച്ച് ക്രമം 1, 2, 3 ഈ രീതിയിൽ എന്തുവാണ് അതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, വിശുദ്ധി ഇല്ലാതെ ഒരു മഹാപുരോഹിതന് അവിടെ കയറി ചെല്ലുവാൻ സാധിക്കില്ല. പ്രിയമുള്ളവരെ, വിശുദ്ധ ജീവിതം ചെയ്യുന്നതായ ഏതൊരു വ്യക്തിക്കും എന്തുവാണ് ദൈവത്തിന്റെ കൃപ ലഭിക്കും. അത് വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമുക്ക് കൃപ ലഭിക്കണമോ, ഒരു വിശുദ്ധ ജീവിതം ചെയ്യുന്നതായ ഒരു വ്യക്തിയെ കൃപ തേടി വരും. വിശുദ്ധ ജീവിതം ചെയ്യുന്നതായ ഒരു വ്യക്തിയിൽ എന്തുവാണ് കൃപ വ്യാപരിക്കും. ഹല്ലേലൂയ. 5 ദിവസം 6 ദിവസം എന്തുവാണ് ഹല്ലേലൂയ ഈ ലോകത്ത് ഹല്ലേലൂയ ഈ ലോകത്തിന് വേണ്ടി ജീവിച്ച് വേണ്ടാത്തതെല്ലാം ചെയ്തതിന് ശേഷം സൺഡേയില് 2 മണിക്കൂർ സഭയിലേക്ക് കടന്നു വന്ന് 2 പാട്ട് പാടിക്കഴിഞ്ഞാൽ എന്തുവാണ് കൃപ വ്യാപരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുകയില്ല. ഹല്ലേലൂയ. 7 ദിവസം എന്തുവാണ് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ നിർമ്മലതയോടെ ഭയഭക്തിയോടെ ജീവിക്കുന്നതായ ഒരു വ്യക്തിയിൽ എന്തുവാണ് കൃപ വ്യാപരിക്കും. അത് വിശ്വസിക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മുടെ കർത്താവിന് ഒന്ന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുപോലെ തന്നെ മൂന്നാമത് കൃപ ലഭിക്കണമെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 1-11 വാക്യം. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രം ഉണ്ടാകുവാൻ ഇടവരും. അപ്പോൾ ഇവിടെ പൗലോസ് ഇത് കൊരിന്ത്യ സഭയെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി. അപ്പോൾ പലർ മുഖാന്തരം എന്തുവാണ് അവിടെ കൃപ കിട്ടിയെന്ന് പറയാണ് കൊരിന്ത്യ സഭയെ കുറിച്ച്. അപ്പോൾ ആ സഭയെ കുറിച്ച് പറയുമ്പോൾ എന്തുവാണ് കൃപയുള്ള ഒരു സഭയാണ്. അല്ലെങ്കിൽ ഹല്ലേലൂയ ഒരു കൂട്ടത്തെ കുറിച്ച് പഠിക്കുമ്പോൾ, ഒരു സഭയെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ എന്തുവാണ് കൃപ ഉള്ളവർ കാണും. അപ്പോൾ ഇവിടെ പറയാണ് അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രം ഉണ്ടാകുവാന് ഇടവരും. അപ്പോൾ പലർ മുഖേന സഭയിലുള്ളതായ പലർ മുഖേന എന്തുവാണ് കൊരിന്ത്യ സഭയെ കുറിച്ച് പറയാണ് ഞങ്ങൾക്ക് ലഭിച്ചു. അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന. അപ്പോൾ സഭയ്ക്കകത്ത് കൂട്ടായ്മയ്ക്കകത്ത് എന്തോ കൃപ വ്യാപരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു?
ഒരു സഭയ്ക്കകത്ത് എന്തുവാണ് കൃപയുണ്ട്. അത് നമ്മൾ വിശ്വസിക്കണം. ദൈവമക്കൾ കൂടി വരുമ്പോൾ എന്തുവാണ് അവിടെ കൃപ വ്യാപരിക്കും. ദൈവ മക്കൾ എന്തുവാണ് ഹല്ലേലൂയ അവരുടെ കൂട്ടായ്മയിൽ എന്തുവാണ് കൃപ വ്യാപരിക്കും. അപ്പോൾ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയതായ കൃപ ഹല്ലേലൂയ. അപ്പോൾ പലർ മുഖാന്തരം ദൈവ മക്കൾ ഒന്നിച്ചു കൂടുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ദൈവത്തെക്കുറിച്ച് സംസാരിക്കുകയും ഹല്ലേലൂയ അവർ കൂട്ടായ്മ കൂടുകയും ചെയ്യുമ്പോൾ ഒരു കൃപയുടെ വ്യാപാരം ഉണ്ടാകും. അതുകൊണ്ടാണ് സഭയിൽ ആരാധന കടന്നു വരേണ്ടത്. അതുകൊണ്ടാണ് സഭായോഗം ഉപേക്ഷയായി വിചാരിക്കാതിരിക്കേണ്ടത്. അതുകൊണ്ടാണ് കൂടിവരുകൾക്കെല്ലാം വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അപ്പോൾ ഹല്ലേലൂയ ഇവർ കൂടി വന്നു കഴിഞ്ഞപ്പോൾ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയതായ കൃപ. ഒരു കൃപയുള്ളവനോട് നീ സംസാരിച്ചാൽ എന്തുവാണ് ഹല്ലേലൂയ നിനക്കും ആ കൃപയുടെ അംശം എന്തുവാണ് നിന്നിലേക്ക് വ്യാപരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലേ പറയുന്നത് കൃപയോടുകൂടിയ വാക്കുകൾ സംസാരിക്കണം ദൈവത്തിന് പറയുന്നത്. അപ്പോൾ ഹല്ലേലൂയ കൃപയ്ക്ക് ഒത്തിരി ശക്തിയുണ്ട്. ഒരു കൃപയുള്ള ഒരു വ്യക്തി എന്തുവാണ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിന് തന്നെ ഒരു വ്യത്യാസമാണ്. ഒരു കൃപയുള്ള അമ്മച്ചിയുണ്ട്, ഒരു കൃപയുള്ള അപ്പച്ചനുണ്ട്, അല്ലെങ്കിൽ ഒരു കൃപയുള്ള ഒരു ഭർത്താവ്, അല്ലെ കൃപയുള്ള ഒരു ഭാര്യ, കൃപയുള്ള ഒരു കുഞ്ഞുങ്ങളെ ഒരു വീട്ടിൽ തന്നെ താമസിച്ച് കഴിയാൽ എന്തുവാണ് ഹല്ലേലൂയ ആ കൃപ എന്തുവാണ് അവരിലുള്ള കൃപയ്ക്ക് എന്തുവാണ് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കൃപയുള്ളതായ വിശ്വാസികളുമായിട്ട് നമ്മൾ കൂട്ടായ്മ കൂടുമ്പോൾ എന്തുവാണ് നമ്മളിലേക്ക് കൃപ വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയെന്ന് പൗലോസ്. അപ്പോൾ സഭ എന്ന് പറയുന്നത് കൂടിവരവ് എന്ന് പറയുന്നത് എന്തുവാണ് കൃപ പ്രാപിക്കുവാനുള്ളതായ ഒരു വഴിയാണ്. ഹല്ലേലൂയ. കൃപ ലഭിക്കുവാനുള്ളതായ ഹല്ലേലൂയ ഒന്നാണ് കർത്താവിന്റെ തിരുസഭ, അല്ലെങ്കിൽ ഹല്ലേലൂയ സഭ, അല്ലെങ്കിൽ ദൈവമക്കളുടെ കൂടി വരവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവം ഹല്ലേലൂയ കൃപ നമ്മളിൽ ചൊരിയുന്ന ഉടനെ എന്തുവാണ് ആ കൃപയ്ക്ക് ചിലതൊക്കെ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരാള് കൃപയുള്ള ഒരാൾ ഒരു വ്യക്തി എന്തുവാണ് ഒരു വീട്ടിലുണ്ടെങ്കിൽ തന്നെ വ്യത്യാസമെന്ന് ഞാൻ പറഞ്ഞത് എന്തുവാണ് ഹല്ലേലൂയ ഒത്തിരി വ്യത്യാസങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ചില അമ്മച്ചിമാരെ കൃപയോടെ ജീവിച്ചതായ ചില അമ്മച്ചിമാരുടെ പ്രാർത്ഥന, അവരുടെ ഇടപെടലുകൾ ഹല്ലേലൂയ അവരുടെ വചനധ്യാനം ഹല്ലേലൂയ അവരുടെ സംസാരം ഹല്ലേലൂയ ഒക്കെ എന്തുവാണ് മറ്റു പലരെ എന്തുവാണ് മാറ്റിമറിച്ചതായ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഹല്ലേലൂയ കൃപയ്ക്ക് ഒത്തിരി എന്തുവാണ് നമ്മളിൽ ചെയ്യുവാൻ സാധിക്കും. ഞാൻ വിശ്വസിക്കുന്നു എനിക്കും നിനക്കും കർത്താവ് തന്നിരിക്കുന്നതായ കൃപ കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹരിക്കാം. നമ്മൾ സ്പെഷ്യൽ ഡോക്ടറെ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. സ്പെഷ്യൽ ടൈറ്റിലുള്ള ഒരാളിനെ ഇൻവൈറ്റ് ചെയ്ത് പൈസയൊക്കെ കൊടുത്ത് ഹല്ലേലൂയ ഒരു ട്രിപ്പൊക്കെ എടുത്ത് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാനായിട്ട് ആരും കടന്നു വരേണ്ടതായ ആവശ്യമില്ല. നിന്നിൽ ദൈവകൃപയുണ്ടെങ്കിൽ എന്തുവാണ് ആ കൃപയ്ക്ക് എന്തുവാണ് നിന്റെ വീട്ടിൽ നടക്കുന്നതായ പ്രശ്നങ്ങൾ എന്തുവാണ് സോൾവ് ചെയ്യാനുള്ളതായ ഒരു ശക്തി ആ കൃപയുടെ പാക്കേജിനകത്തുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എനിക്കും നിനക്കും കിട്ടിയിരിക്കുന്നതായ കൃപ കൊണ്ട് എന്തുവാണ് നമ്മുടെ ഭവനങ്ങളിലെ പ്രശ്നങ്ങൾ നാം ക്രമീകരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളിലെ വിഷയങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കണം. ഹല്ലേലൂയ. നമ്മൾ അഭിമുഖീകരിക്കുന്നതായ ഏത് പ്രശ്നത്തെയും എന്തുവാണ് എന്നിലും നിന്നിലും കർത്താവ് തന്നിരിക്കുന്നതായ കൃപ കൊണ്ട് അതിനെ നേരിടുവാൻ സാധിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? ഈ ദിവസങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ എന്തുവാണ് ഹല്ലേലൂയ നമുക്ക് ആവശ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ കർത്താവ് തന്നിരിക്കുന്നതായ കൃപ കൊണ്ട് എന്തുവാണ് നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കണം. എത്ര പേരത് ആഗ്രഹിക്കുന്നു? കർത്താവ് നീ എന്നിൽ തന്നിരിക്കുന്ന കൃപ ഞാനൊന്ന് ഉപയോഗിക്കും. കൃപയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ആ കൃപയ്ക്ക് ശക്തി ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ ആ കൃപയുടെ വാക്കുകൾ നീ ഉപയോഗിക്കുമ്പോൾ കൃപയോടുകൂടി നീ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടുകൂടി നീ ഇടപെടുമ്പോൾ എന്തുവാണ് ഹല്ലേലൂയ വ്യത്യാസങ്ങൾ ഭവനത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. കാര്യമേ നിന്നിൽ വ്യാപരിക്കുന്നതായ ആ കൃപയ്ക്കകത്തൊരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. നിന്നിൽ കർത്താവ് തന്നിരിക്കുന്നതായ കൃപ കൊണ്ട് എന്തുവാണ് ഹല്ലേലൂയ നീ അഭികരിക്കുന്ന പ്രശ്നങ്ങളെ നേരിടുവാനായിട്ട് സാധിക്കും. അതിനെ നേരിടുവാൻ വേണ്ടി ഞാൻ കർത്താവ് നമ്മളിൽ കൃപ തന്നിരിക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നു? കൃപ എന്ന് പറയുന്നത് കൈയടിച്ച് അങ്ങ് പോകുവാനല്ല. കൃപ എന്ന് പറയുന്നത് ഹല്ലേലൂയ സഭയിൽ കടന്നു വന്ന് ഒരു സാക്ഷി പറഞ്ഞ് പോകുന്നതല്ല. കൃപ എന്ന് പറയുന്നത് നിന്റെ കുടുംബത്തിൽ ആരും കാണാതെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ജീവിക്കുവാനായിട്ട് കർത്താവ് വരുന്ന ഒരു ശക്തിയാണ് കൃപ എന്ന് പറയുന്നത്. എപ്പോഴും എല്ലാവരും നമ്മുടെ കൂടെ കാണുകയില്ല. ഹല്ലേലൂയ ഇന്ന് സ്തുതി പാടുന്നവരെ നാളെ എന്തുവാണ് ഹല്ലേലൂയ നിന്നോട് കൂടെ കാണുകയില്ല. എന്നാൽ കർത്താവ് വന്നിരിക്കുന്ന കൃപ എന്നും എന്നും നിന്നോട് കൂടെ കാണും. ഹല്ലേലൂയ. കൃപയ്ക്കായി നമുക്ക് കരങ്ങളിൽ സ്തോത്രം ചെയ്യാം. ആരും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് വിശ്വസിക്കും കർത്താവ് നീ തന്നിരിക്കുന്ന കൃപ മതി എന്ന് പറയാം.
ഹല്ലേലൂയ. ആ കൃപ ഈ ദിവസങ്ങൾ എന്തുവാണ് നമ്മുടെ ഭവനങ്ങളിൽ പ്രവർത്തിക്കണം. ആ കൃപ നമ്മുടെ സഭയിൽ പ്രവർത്തിക്കണം. ആ കൃപ വ്യക്തി ജീവിതങ്ങളിൽ പ്രവർത്തിക്കണം. ആ കൃപ എന്തുവാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ പ്രവർത്തിക്കണം. എത്ര വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. എനിക്കും നിനക്കും തന്നിരിക്കുന്നതായ കൃപയുടെ ഹല്ലേലൂയ ആ ശക്തി കൊണ്ട് എന്തുവാണ് ചിലതൊക്കെ ഈ ദിവസങ്ങളിൽ എനിക്കും നിനക്കും ചെയ്യുവാൻ സാധിക്കും. നമ്മളെ ബലപ്പെടുത്തുന്ന കൃപയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രശ്നത്തിന് പരിഹാരം തരുവാനായിട്ട് ശക്തിയുള്ള കൃപയാണ് എന്നിലും നിന്നിലും വ്യാപരിക്കുന്നത്. അതുകൊണ്ട് ആ കൃപ നമ്മളൊന്ന് ഉപയോഗിക്കണം. എത്ര പേര് പറയും, കർത്താവ് നീ തന്നിരിക്കുന്നതായ ആ കൃപ ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്ന് ഉപയോഗിക്കാൻ പോവുകയാണ്? ഹല്ലേലൂയ. എത്ര പേര് പറയും, കർത്താവ് നീ തന്നിരിക്കുന്നതായ ആ കൃപ കർത്താവ് ഞാൻ ഹല്ലേലൂയ ഒന്ന് ഉപയോഗിക്കാൻ പോവുകയാണ്? ഹല്ലേലൂയ. എത്ര പേര് പറയും, കർത്താവ് നിനക്ക് തന്നിരിക്കുന്നതായ ആ കൃപയെ നീ ഒന്ന് എടുത്തുപയോഗിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, ചില വിടുതലുകൾ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകുന്നത് നമുക്ക് തന്നെ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഒരാളിനെ കർത്താവ് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം ചെയ്യുവാൻ വേണ്ടി കർത്താവ് എന്തുവാണ് ഒരാളിനെ വിളിക്കുമ്പോൾ കർത്താവ് എന്തുവാണ് കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവകൃപയാണ്. അത് ഞാനാകാം, നീയാകാം, ലോകത്തിലുള്ളതായ ഏത് മനുഷ്യരെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ദൈവ മക്കളെ എടുക്കുകയാണെങ്കിൽ എന്തുവാണ് ഹല്ലേലൂയ അവരെ കൊണ്ട് എന്തെങ്കിലും കർത്താവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തുവാണ് ദൈവകൃപ അവരിൽ ചൊരിഞ്ഞാണ്. ദൈവകൃപ അവർക്ക് കൊടുത്താണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ 14 ലേഖനങ്ങൾ എഴുതിയതായ ഹല്ലേലൂയ പൗലോസ് പറഞ്ഞത്. അതുകൊണ്ടാണ് 3 മിഷനറി ജേർണി എന്തുവാണ് ഹല്ലേലൂയ എടുത്തതായ പൗലോസ് പറഞ്ഞത്. ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് ഫിലോസഫി പഠിച്ചതായ ജ്ഞാനിയായ പൗലോസ് പോലും പറഞ്ഞെന്തുവാണ് ഹല്ലേലൂയ, ഹല്ലേലൂയ അവന്റെ കൃപയാൽ. ഹല്ലേലൂയ. അപ്പോൾ കൃപ എന്തുവാണ് ഹല്ലേലൂയ എന്നിലും നിന്നിലും എന്തുവാണ് കർത്താവ് എന്തുവാണ് കൃപ തന്നിട്ടുണ്ട്. ആ കൃപ കൊണ്ട് എന്തുവാണ് ഹല്ലേലൂയ ചിലതൊക്കെ നമ്മൾ ചെയ്തെടുക്കണം. എത്ര പേര് ഈ ദിവസങ്ങളിൽ അത് നമ്മുടെ ഭവനങ്ങളിൽ നടക്കണം, അത് എന്നിലൂടെ നടക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നിലുള്ള കൃപ കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. അന്യഭാഷ പറയാതെ ഹല്ലേലൂയ ഹല്ലേലൂയ കൃപയുള്ള ദൈവദാസന്മാര്, അമ്മച്ചിമാര്, അമ്മച്ചന്മാരൊക്കെ ചിലരെ നോക്കി എന്തുവാണ് ആ നോട്ടത്തിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതവരുടെ അന്യഭാഷയുടെ ശക്തിയല്ല, ഒന്നും മിണ്ടിയില്ല, എന്നാൽ അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ വ്യാപരിക്കുന്ന ഒരു കൃപയുണ്ട്. ആ കൃപയുള്ളവൻ നോക്കിയാൽ ചിലത് നടക്കും. എത്ര ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ അത് നമ്മുടെ ഭവനങ്ങളിൽ നടക്കണം. അതുകൊണ്ടാണ് കർത്താവ് നമ്മളിൽ കൃപ തന്നിരിക്കുന്നത്. നമ്മൾ നെഹമ്യാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നെഹമ്യാവ് എന്തുകൊണ്ട് പ്രാർത്ഥിച്ചു, ഇടിഞ്ഞു കിടന്നതായ ഹല്ലേലൂയ അവിടുത്തെ ദേവാലയത്തിന്റെ മതിലുകളെല്ലാം ഇടിഞ്ഞു കിടക്കാണ്. 100 വർഷത്തോളമായി വലിയ ആത്മഭാരം നിറഞ്ഞവനായിട്ട് നെഹമ്യാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നാൽ നെഹമ്യാവ് ഒരിക്കലും പറഞ്ഞില്ല എന്നെ അയക്കണമെന്ന് പറഞ്ഞില്ല, എന്നാൽ പ്രാർത്ഥിച്ചത് മാത്രമേ ഉള്ളൂ. എന്നാൽ 2-ാം അധ്യായം മുതൽ തുടങ്ങുമ്പോൾ നമ്മൾ വായിക്കുവാൻ സാധിക്കുന്ന എന്തുവാണ് ആ പ്രാർത്ഥിച്ച മനുഷ്യനെ എന്തുവാണ് ഒരു ദൈവം ഒരു വലിയ കൃപ കൊടുത്ത് എന്തുവാണ് ഹല്ലേലൂയ അങ്ങ് അയക്കുകയായിരുന്നു. 2-ാം അധ്യായത്തിലേക്ക് വരുന്ന ഉടനെ എന്തുവാണ് രാജാവ് ചോദിക്കുകയാണ്, നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? ഹല്ലേലൂയ. അപ്പോഴെന്തുവാണ് അവിടെ ദൈവത്തിന്റെ കൃപ അങ്ങോട്ട് വ്യാപരിക്കുവാൻ തുടങ്ങി. അങ്ങോട്ട് ചെന്ന് പറഞ്ഞില്ല എന്നെ അയക്കണമെന്ന്, അങ്ങോട്ട് ചെന്ന് പറഞ്ഞില്ല എനിക്ക് കത്ത് വേണമെന്ന്, അങ്ങോട്ട് ചെന്ന് പറഞ്ഞില്ല ഞാൻ ജോലി വിടുകയാണെന്ന്, അങ്ങോട്ട് ചെന്ന് പറഞ്ഞില്ല ചില ദിവസങ്ങൾ ഞാൻ കൊട്ടാരത്തിൽ നിന്ന് പോവുകയാണെന്ന്. എന്നാൽ അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു ഹല്ലേലൂയ നിനക്ക് എത്ര ദിവസം വേണം പോകുവാനായിട്ട്? നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? അതാണ് ദൈവകൃപ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും എന്നതാണ് 52 ദിവസം കൊണ്ട് എന്തുവാണ് ഇടിഞ്ഞു കിടന്നായ 10 ഹല്ലേലൂയ വാതിലുകൾ തന്നെ ഉണ്ട്. ഹല്ലേലൂയ മീൻ വാതില്, തെക്കേ വാതില്, വടക്കേ വാതില് എന്ന് വേണ്ട ഹല്ലേലൂയ, ഹല്ലേലൂയ ഒത്തിരി വാതിലുകൾ തന്നെ ഉണ്ട്. അതെല്ലാം പണിത് 52 ദിവസം കൊണ്ട് പുനഃപ്രതിഷ്ഠ ചെയ്യാനിടയായി തീർന്നു. അവിടെ വ്യാപരിച്ച ദൈവത്തിന് കൃപയാണ്. അപ്പോൾ ദൈവം ഹല്ലേലൂയ എന്നിലൂടെ നിന്നിലൂടെ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് കർത്താവ് പദ്ധതി ഇടുമ്പോഴെന്തുവാണ് അവന്റെ കൃപ നിന്നിലേക്ക് അവനായിരിക്കും. അവന്റെ കൃപ നിന്നിലെ എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ
പിന്തുടരും. അപ്പോൾ എന്നെയും എന്തുവാണ് നന്മയും കരുണയും മാത്രമല്ല കൃപ എന്നെയും നിന്നെയും പിന്തുടരും. ഒരു ദൈവവേദന എവിടെ പോയാലും കൃപ പിന്തുടരും. ഒരു ദൈവവേദന ജോലി സ്ഥലത്ത് പോകുമ്പോൾ കൃപ പിന്തുടരും. ഹല്ലേലൂയ. ഒരു ദൈവവേദന ഒരു വിഷയത്തിന് വേണ്ടി ഹല്ലേലൂയ എവിടെയെങ്കിലും പോകുമ്പോൾ നിന്നെ എന്തുവാണ് പിന്തുടരുന്നുണ്ട് കൃപ. ആ കൃപയുമായിട്ട് നീ ഒന്ന് പോയാൽ എന്തുവാണ് അവിടെ നിനക്ക് ജയമാണ്. ഈ ദിവസം ഹല്ലേലൂയ ആ കൃപയുമായിട്ട് നമുക്കൊന്ന് പോകാം. ആ കൃപയുമായിട്ട് നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഹല്ലേലൂയ ആ കൃപയൊന്ന് വ്യാപരിക്കണം ഈ ദിവസങ്ങളിലെ. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിലെ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ജീവിതത്തിലെ ബ്രേക്ക് ത്രൂ കൊടുത്തതായ കർത്താവ് എന്റെ ജീവിതത്തിലെ ബ്രേക്ക് ത്രൂ തരുമെന്ന് വിശ്വസിക്കുന്ന കരങ്ങളിൽ സ്തോത്രം ചെയ്യാൻ